കഴിഞ്ഞ മാസം മെയ് മാസം 21-ാം തീയതിയായിരുന്നല്ലോ ലാലേട്ടന്റെ ജന്മദിനം. ഇന്ന് ജൂൺ 21-ാം തീയതി കൃത്യം ഒരു മാസം പിന്നിടുന്ന വേളയിൽ ലാലേട്ടന്റെ കരിയറിലെ തന്നെ അടുത്ത വൻ സിനിമയായ ദൃശ്യം 3 എന്ന സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇങ്ങ് വന്നിരിക്കുകയാണ്. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇങ്ങ് വന്നതോടെ മിനിറ്റുകൾക്കുള്ളിൽ അത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എക്സിലെല്ലാം തന്നെ വലിയ തരംഗമായി ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ദൃശ്യം 3 സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം ഒക്ടോബറിൽ ആരംഭിക്കും എന്നുകൂടി പറഞ്ഞതോടെ വലിയ ആവേശത്തിലാണ് നമ്മുടെ ലാലേട്ടൻ ആരാധകരും സിനിമാ ലോകവും. നമ്മുടെ മലയാളം ദൃശ്യം 3 ഷൂട്ടിംഗ് അപ്ഡേറ്റിന് മുന്നേ തന്നെ ഹിന്ദി പതിപ്പിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ആണല്ലോ ആദ്യം വന്നത്. അത് പ്രകാരം ഏതാനും ആഴ്ചകൾക്ക് മുന്നേ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒക്ടോബറിൽ ഹിന്ദി ദൃശ്യത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായത്. അടുത്ത വർഷം ഒക്ടോബറിൽ ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പും തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നതാണ്. ഇപ്പോഴത്തെ യഥാർത്ഥ ദൃശ്യം 3 നമ്മുടെ മലയാളം ലാലേട്ടന്റെ ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് കൂടി പുറത്തു വന്നതോടെ ഒരു മത്സര ബുദ്ധിയിലേക്ക് ഇതിനോടകം തന്നെ ഹിന്ദി സിനിമാ പ്രവർത്തകർ പോകുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. മലയാളം ദൃശ്യം 3 അതോടൊപ്പം തന്നെ ഹിന്ദി ദൃശ്യം 3 ഒരേ സമയം ഷൂട്ടിംഗ് ആരംഭിക്കുമ്പോൾ ഏത് സിനിമ ആദ്യം ഷൂട്ടിംഗ് പൂർത്തീകരിക്കും, ഒപ്പം തന്നെ ഏത് സിനിമ റിലീസ് ചെയ്യുമെന്നൊക്കെ എക്സലെല്ലാം തന്നെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. എന്തായാലും ഒരു ത്രില്ലിംഗ് മത്സരം കാണുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. മലയാളം ദൃശ്യം 3 തന്നെയായിരിക്കും ആദ്യം എത്തുക എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും തന്നെയില്ല. വരുന്നയാഴ്ച ജൂൺ 27 തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച സുരേഷ് ഗോപി സിനിമയായിരുന്നല്ലോ JSK. ഏകദേശം 1.5 വർഷത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സുരേഷ് ഗോപിയുടെ മലയാളം സിനിമയ്ക്കായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ദുരനിരാശാജനകമായ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. JSK ജാനകി വസിസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേരല്ലോ. ഇപ്പോഴത്തെ ജാനകി എന്ന സിനിമയിലെ പേര് കാരണം സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ് എന്നാണ് സംവിധായകൻ അറിയിച്ചിരിക്കുന്നത്. ജൂൺ 27 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തില്ല എന്നുകൂടി സംവിധായകൻ അറിയിക്കുന്നു. ആദ്യം ജൂൺ 20 റിലീസ് പ്രഖ്യാപിച്ച് പിന്നീട് റിലീസ് മാറ്റിവെക്കേണ്ടി വന്ന സിനിമ കൂടിയായിരുന്നു JSK. എന്തായാലും അടുത്ത JSK വാർത്തകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കൂ.